പ്രാർത്ഥിക്കണം. എന്തുവാണെന്നറിയോ? മുല്ലപ്പെരിയാർ പൊട്ടുവാണെങ്കിൽ ഒരു കാരണവശാലും രാത്രിയിലാകരുതേ എന്ന് പ്രാർത്ഥിക്കണം. കാര്യം രാത്രിയിലായാൽ നമുക്കെല്ലാം വലിയ ബുദ്ധിമുട്ടാകും. പകലാണെങ്കിൽ അറിഞ്ഞു കേട്ടുകൊണ്ട് നമുക്ക് എങ്ങോട്ടെങ്കിലും. പക്ഷെ രാത്രി ഉറങ്ങിക്കിടക്കുമ്പോഴാണ് 2 മണിക്കും 3 മണിക്കും വയനാട് ദുരന്തം പോലൊക്കെയാണ് സംഭവിക്കുന്നതെങ്കിൽ നമുക്ക് ആർക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. എൻ്റെ വീടിൻ്റെ വാതിക്കലൊക്കെ കഴിഞ്ഞ് രാവിലെയും രാത്രിയിലും ഒക്കെ സാധാരണ ബോട്ടും വള്ളങ്ങളാണ് ഇങ്ങനെ പൊക്കൊണ്ടിരിക്കുന്നത്. ൊക്കെയാണ് ഈ മുല്ലപ്പെരിയാർ പൊട്ടുന്നതെങ്കിൽ അപ്പൊ അതുകൊണ്ട് എല്ലാവരും സർവശക്തനായ ദൈവത്തിനോട് പ്രാർത്ഥിക്കുക. ഈ പറയുന്ന പൊട്ടും എന്ന് പറയുന്ന പ്രശസ്തരായിട്ടുള്ള ആൾക്കാർ പറഞ്ഞു ഇങ്ങനെ ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഡാം പൊട്ടുവാണെങ്കിൽ ഒരു കാരണവശാലും അത് രാത്രിയിലാവരുത്, എല്ലാവരും കിടന്ന് ഉറങ്ങുമ്പോഴാകരുത്. അത് പൊട്ടുന്നെങ്കിൽ പകലേ പൊട്ടാവുള്ളേ എന്ന് പ്രാർത്ഥിക്കുക. നമസ്കാരം, വിനീഷാണ്. മുല്ലപ്പെരിയാർ ഡാമിനെ കുറിച്ചുള്ള വാർത്തകളാണ് ഇപ്പം നമ്മൾ മൊബൈൽ തുറക്കാൻ വയ്യാത്ത. നമുക്കൊന്ന് മൊബൈലിൽ എന്തെങ്കിലും ഒന്ന് കാണണമെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ പേടിയാണ്. കാര്യം യൂട്യൂബ് ഫേസ്ബുക്ക് ഒക്കെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ ഫസ്റ്റിലെ വരുന്ന മുല്ലപ്പെരിയാർ ഡാമിനെ കുറിച്ചാണ്. അപ്പൊ ഈ മുല്ലപ്പെരിയാർ ഡാമിനെ കുറിച്ച് നമ്മൾ ഒരു മഴ വരുമ്പോഴും വെള്ളപ്പൊക്കം വരുമ്പോഴുമാണ് നമ്മൾ ആദ്യമേയൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പം നിരന്തരം മുല്ലപ്പെരിയാർ എന്ന് പറയുന്ന വാക്കുകൾ മാത്രമേ ഉള്ളൂ. ഈ മുല്ലപ്പെരിയാറിനെ കുറിച്ച് മാത്രം നമ്മൾ അറിഞ്ഞാൽ പോരാ. അത് കൂടാതെ വേറെ എത്രയോ ഡാമുകൾ നമ്മുടെ കേരളത്തിലുണ്ട്, നമ്മളൊക്കെ അറിയാത്തവർ, എന്നെപ്പോലുള്ളവരൊക്കെ അറിയാത്ത. മുല്ലപ്പെരിയാർ മാത്രമല്ല ഭീഷണിയായിട്ടുള്ളത്. 50 വർഷം കഴിഞ്ഞ ഒരുപാട് ഡാമുകൾ വേറെയുണ്ട്. അപ്പം ഞാൻ അതിനെക്കുറിച്ച് ലളിതമായൊരു വിവരണം മാത്രമേ നൽകുന്നുള്ളൂ. കാരണം ഇപ്പം എനിക്ക് അതിനെ പറ്റത്തുള്ളൂ. മുല്ലപ്പെരിയാർ അല്ലാതെ ഞാനിപ്പം പറയാൻ പോകുന്ന ഡാമുകൾ കേട്ടാൽ ഒരുപക്ഷെ സാധാരണപ്പെട്ട ഒരു ഞെട്ടും. ഈ കൊച്ചു കേരളത്തിൽ തന്നെയാണോ ഇത്രയും ഡാമുകളെന്ന് ഒരുപക്ഷെ എന്നെപ്പോലുള്ള സാധാരണപ്പെട്ടവർ ഇത്രയും ഉണ്ടെന്നറിയുമ്പോൾ തന്നെ ഒരു അത്ഭുതമായിട്ട് തോന്നും. ഞാൻ അവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. എന്തായാലും ഞാനൊരു ലിസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ വീഡിയോ കാണിക്കും. ആ ലിസ്റ്റ് നിങ്ങളെ കാണിച്ചു തരാം. ഇത് കണ്ട, ഇത് ഫുള്ള് നമ്മുടെ കേരളത്തിലെ ഡാമുകളുടെ ലിസ്റ്റുകളാണ്. നമുക്ക് പരിചയമുള്ളതുണ്ട് അതിനകത്ത്, പക്ഷെ പരിചയമില്ലാത്ത ഡാമുകളാണ് കൂടുതൽ. ഞാൻ ഓരോ ഡാമിൻ്റെ പേര് പ്രത്യേകം പറയാം. ഓരോ ജില്ലയിലും ഏതൊക്കെ ജില്ലയിലാണെന്ന് ഞാൻ പറയാം. ഒന്നാമത്തെ ഡാം പഴശ്ശി ഡാമാണ്. നമ്മൾ പലരും കേട്ടിട്ടുണ്ടാവില്ല. ഇത് സ്ഥിതി ചെയ്യുന്നത് കണ്ണൂർ ജില്ലയിലാണ്. പഴശ്ശി ഡാം ഒന്നാമത്തെ ഡാമാണ്. അപ്പം 1979 ഇതിൻ്റെ ജന്മതീയതി. മനസ്സിലായി? രണ്ടാമത്തത് ബാണാസുര ഡാം എന്നൊരു ഡാമുണ്ട്. ആ ഡാമുള്ളത് വയനാട് ജില്ലയിലാണ്. അത് 2004 അത് നിർമ്മിച്ചത്. അടുത്തത് കരാപ്പുഴ ഡാം. ഡാമിൻ്റെ ഓരോ പേര് വ്യക്തമായിട്ട് ഞാൻ പറയുകയാണ്. കരാപ്പുഴ ഡാം, അതും വയനാട് ജില്ലയിൽ തന്നെയാണ്. അതും 2004 തന്നെയാണ് അതും കമ്മീഷൻ ചെയ്തേക്കുന്നത്. കുറ്റ്യാടി ഡാം, ഈ ഡാം സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് ജില്ലയിലാണ്. 1973 അതിൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത്. പിന്നീടുള്ളത് കക്കയം ഡാം. കക്കയം ഡാമും കോഴിക്കോട് ജില്ലയിൽ തന്നെയാണ്. 1972 അതിൻ്റെ ജന്മതീയതി. പിന്നീടുള്ളത് മലമ്പുഴ ഡാം. അത് പാലക്കാട് ജില്ലയിലാണ്. അത് 1955 ഇത് കമ്മീഷൻ ചെയ്തത്. പിന്നീടുള്ളത് മംഗലം ഡാം. അതും പാലക്കാട് ജില്ലയിലാണ്. 1966 അതിൻ്റെ ജന്മതീയതി. മനസ്സിലായിക്കോണം. അടുത്തത് മീൻകര ഡാം. ഓരോ പേരുകൾ ആലോചിച്ച് വെച്ചോണം. മീൻകര ഡാം, ആ ഡാം പാലക്കാട് ജില്ലയിലാണ്. 1960 അതിൻ്റെ ഇത് വന്നേക്കുന്നത്. 1960 അതിൻ്റെ ജന്മതീയതി വെച്ചേക്കുന്നത്. അടുത്തത് ചുള്ളിയാർ ഡാം. അത് പാലക്കാട് ജില്ലയിലാണ്. 1970
അടുത്തത് പോത്തുണ്ടി ഡാം, അത് പാലക്കാട് 1971. എല്ലാം നോട്ട് ചെയ്ത് വെച്ചോണം. കാര്യം പിന്നീട് ആരെങ്കിലും ചോദിക്കുമ്പോൾ ഇത് കറക്റ്റായിട്ട് പറയാൻ വേണ്ടിയാണ് ഞാനിത് പറയുന്നത്. അടുത്തത് വാളയാർ ഡാം, അതും പാലക്കാട് ജില്ലയിൽ തന്നെയാണ്. 1964 അത് കമ്മീഷൻ ചെയ്തു. അടുത്തത് ശിരുവാണി ഡാം, ആ ഡാം പാലക്കാട് ജില്ലയിൽ തന്നെയാണ്. 1984 ആ ഡാം കേരളത്തിൽ കമ്മീഷൻ ചെയ്തേക്കുന്നത്. അടുത്തത് കാഞ്ഞിരപ്പുഴ ഡാം, അത് പാലക്കാട് ജില്ലയിൽ തന്നെയാണ്. 1984 അത്. അടുത്തത് പറമ്പിക്കുളം ഡാം, അതും പാലക്കാട് ജില്ലയിൽ തന്നെയാണ്. 1976 പറമ്പിക്കുളം ഡാം. അടുത്തത് പെരുവാരിപ്പള്ളം ഡാം, അത് പാലക്കാട് ജില്ലയാണ്. 1971 നമുക്ക് വേണ്ടി അത് നിർമ്മിച്ചത്. അടുത്തത് ഷോളയാർ ഡാം, അത് തൃശ്ശൂർ ജില്ലയിലാണ്. അപ്പൊ പാലക്കാട് ജില്ലയിലാണ് പാലക്കാട് ജില്ലയിൽ മാത്രമുള്ളത്. അത് വലുതും ചെറുതായിട്ടുള്ള ഡാമുകളാണ്. 10 ഡാമുകളാണ് പാലക്കാട്ടുള്ളത്. അടുത്തത് ഷോളയാർ ഡാം, അത് തൃശ്ശൂർ ജില്ലയിലാണ്. 1965 അതിൻ്റെ ജനനത്തീയതി. അടുത്തത് പെരിങ്ങൽകുത്ത് ഡാം, അതും തൃശ്ശൂർ ജില്ലയിൽ തന്നെയാണ്. 1957. അടുത്തത് പീച്ചി ഡാം, അതും തൃശ്ശൂർ ജില്ലയിലാണ്. പീച്ചി ഡാം സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂർ ജില്ലയിലാണ്. 1957 അതിൻ്റെ ജനനത്തീയതി. അടുത്തത് വഴാനി ഡാം, അത് തൃശ്ശൂർ ജില്ലയിലാണ്. 1962 പിന്നീടുള്ളത് ചിമ്മിനി ഡാമാണ്. ചിമ്മിനി ഡാമും സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂർ ജില്ലയിലാണ്. 1995 അത് കമ്മീഷൻ ചെയ്തേക്കുന്നത്. അടുത്തത് പൂമല ഡാം, അതും തൃശ്ശൂർ ജില്ലയിൽ തന്നെയാണ്. 1968 അതിൻ്റെ നമുക്ക് കമ്മീഷൻ ചെയ്തതിൻ്റെ ഡേറ്റ് കൊടുത്തേക്കുന്നത്. 1968. അടുത്തത് ഇടമലയാർ ഡാം, അത് എറണാകുളം ജില്ലയിലാണ്. അപ്പം തൃശ്ശൂർ ജില്ലയിൽ എത്ര എണ്ണം ഉണ്ട്? 6 അണക്കെട്ടുകളാണ്, ഡാമുകളാണ് തൃശ്ശൂർ ജില്ലയിലുള്ളത്. അപ്പം അടുത്തത് ഇടമലയാർ ഡാമാണ്, അത് എറണാകുളം ജില്ലയിലാണ്. 1985 അതിൻ്റെ ജനനത്തീയതി. അടുത്തത് ഭൂതത്താൻകെട്ട് ഡാമാണ് അടുത്തത്. അത് എറണാകുളം ജില്ലയിൽ തന്നെയാണ്. 1967 ഭൂതത്താൻകെട്ടിൻ്റെ ഡേറ്റ് വന്നേക്കുന്നത്. പിന്നീടുള്ളത് ഇടുക്കി ഡാമാണ്, അത് ഇടുക്കി ജില്ലയിൽ തന്നെയാണ്. നമ്മൾ പണ്ട് തൊട്ടേ കേൾക്കുന്ന ഒരു ഡാമാണ് ഇടുക്കി ഡാം. അത് 1973 ഇടുക്കി ഡാം കമ്മീഷൻ ചെയ്തതായിട്ട് ഇവിടെ കൊടുത്തേക്കുന്നത്. അടുത്ത ചെറുതോണി ഡാം, അതും ഇടുക്കി ജില്ലയിൽ തന്നെയാണ്. 1976 ചെറുതോണി ഡാമിന്റെ കമ്മീഷൻ ചെയ്ത വർഷം കൊടുത്തേക്കുന്നത്. അടുത്തത് കുളമാവ് ഡാം, അതും ഇടുക്കി ജില്ലയിൽ തന്നെയാണ്. 1977 ഇടുക്കി ഡാമിന്റെ ഡേറ്റ് കൊടുത്തേക്കുന്നത്. പിന്നീടുള്ളത് പൊന്മുടി ഡാമാണ്. പൊന്മുടി ഡാമും ഇടുക്കി ജില്ലയിൽ തന്നെയാണ്. 1973 അതിൻ്റെ ഡേറ്റ് കൊടുത്തേക്കുന്നത്. പിന്നീടുള്ളത് ആനയിറങ്കൽ ഡാം, അതും ഇടുക്കി ജില്ലയിൽ തന്നെയാണ്. 1965 ആനയിറങ്കൽ ഡാമിൻ്റെ ഡേറ്റ് കൊടുത്തേക്കുന്നത്. അടുത്തത് കുണ്ടല ഡാം. ഈ പേരൊക്കെ ഓർത്ത് വെച്ചോണം, നമ്മൾ കൃത്യമായിട്ട് എഴുതി ഇത് സെറ്റ് ചെയ്ത് വെച്ചേക്കുവാണ്. അപ്പോൾ അടുത്തത് കുണ്ടല ഡാമാണ്, അതും ഇടുക്കി ജില്ലയിൽ തന്നെയാണ്. 1947 കുണ്ടല ഡാമിന്റെ ഡേറ്റ്. അടുത്തത് മാട്ടുപ്പെട്ടി ഡാമാണ്, അതും ഇടുക്കി ജില്ലയിൽ തന്നെയാണ്. 1956 ഇടുക്കി ഡാം, ഈ മാട്ടുപ്പെട്ടി ഡാം ഇടുക്കിയിൽ അതിൻ്റെ വർഷം. അടുത്ത ചെങ്കുളം ഡാം, അതും ഇടുക്കി ജില്ലയിൽ തന്നെയാണ്. 1957
അടുത്തത് കല്ലാർകുട്ടി ഡാം. അതൊക്കെ നമ്മൾ മിക്കപ്പോഴും ടി വിയിലെ വാർത്തയിലൊക്കെ കേൾക്കണം. കല്ലാർകുട്ടി ഡാമിന്റെ കാര്യമൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. അടുത്ത കല്ലാർകുട്ടി ഡാമാണ്. അതും ഇടുക്കി ജില്ലയിൽ തന്നെയാണ്. 1996 അതിന്റെ വർഷം. പിന്നീടുള്ളതാണ് നമ്മളെല്ലാം ഓരോ ദിവസവും ഉറങ്ങാൻ പോലും സമ്മതിക്കാതെ ഉറക്കം വരെ നമ്മളെ ഭീതിയിൽ ആഴ്ത്തിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും ഇപ്പോഴത്തെ സൂപ്പർ സ്റ്റാർ ആയിട്ട് നിൽക്കുന്ന ഡാമാണ് മുല്ലപ്പെരിയാർ ഡാം. അതും സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി ജില്ലയിൽ തന്നെയാണ്. 1887 ആ ഡാം അവിടെ സ്ഥാപിച്ചത്. അപ്പം അടുത്ത ഡാമാണ് ഇരട്ടയാർ ഡാം. അതും ഇടുക്കി ജില്ലയിൽ തന്നെയാണ്. 1975 അതിന്റെ ഡേറ്റ് കൊടുത്തേക്കുന്നത്. അടുത്തത് മലങ്കര ഡാം. ഈ പേര് നമ്മൾ വല്ലപ്പോഴൊക്കെ വെള്ളം പൊങ്ങുമ്പോഴൊക്കെ കേൾക്കാറുള്ള പേരാണ് മലങ്കര ഡാം. അതും ഇടുക്കി ജില്ലയിൽ തന്നെയാണ്. 1994 മലങ്കര ഡാം അവിടെ. അടുത്ത പമ്പ ഡാം. അതും കേൾക്കാറുണ്ട്. ഏറ്റവും കൂടുതൽ കേട്ട് 2018 കാരണം ആലപ്പുഴ ജില്ല മുങ്ങാൻ കാരണം പമ്പ ഡാം തുറന്നതിൽ പിന്നാണ് നമുക്കെല്ലാവർക്കും. നമ്മൾ ഏറ്റവും കൂടുതൽ ആലപ്പുഴ ജില്ലക്കാർക്ക് ഏറ്റവും കൂടുതലായിട്ട് ഭയപ്പെടേണ്ടതായിട്ട് വരുന്നത് എപ്പോഴാണ്? പമ്പ ഡാം തുറക്കുമ്പോഴാണ്. പമ്പ ഡാം തുറന്നപ്പോഴാണ് നമ്മുടെ ആലപ്പുഴ ജില്ല മൊത്തം വെള്ളത്തിലായി. എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പമ്പ ഡാമാണ് നമുക്ക് ആലപ്പുഴ ജില്ലക്കാർക്ക് ഏറ്റവും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന പമ്പ ഡാമാണ്. അത് പത്തനംതിട്ട ജില്ലയിലാണ് ഉള്ളത്. 1967 പമ്പ ഡാം കമ്മീഷൻ. പിന്നെ നമ്മൾ പേടിക്കേണ്ട അടുത്ത ഡാം ഏതാണ്? കക്കി ഡാമാണ്. അതും പത്തനംതിട്ട ജില്ലയിൽ തന്നെയാണ് ഉള്ളത്. 1966 അതിന്റെ ഡേറ്റ് കൊടുത്തിരിക്കുന്നത്. അടുത്തത് പിന്നുള്ളത് ആനത്തോട് എന്ന് പറയുന്ന ഒരു ഡാമുണ്ട്. ആനത്തോട് ഡാം. അതും പത്തനംതിട്ട ജില്ലയിലാണ്. 1967 ആനത്തോട് ഡാമിന്റെ വർഷം. അപ്പം അന്നാണ് നമുക്ക് ഇത് കമ്മീഷൻ ചെയ്ത് കിട്ടിയേക്കുന്നത്. അടുത്തത് മൂഴിയാർ ഡാം. അതും പത്തനംതിട്ട ജില്ലയിലാണ്. 1999 മൂഴിയാർ ഡാമിന്റെ ഡേറ്റ്, അതായത് അന്നത്തെ നമുക്ക് കമ്മീഷൻ ചെയ്ത വർഷം. അടുത്തത് മണിയാർ ഡാം. അതും പത്തനംതിട്ട ജില്ലയിലാണ്. 1993 മണിയാർ ഡാമിന്റെ ഡേറ്റ് കിട്ടിയിരിക്കുന്നത്. പിന്നീടുള്ള അപ്പം പത്തനംതിട്ടയിൽ മാത്രം എത്ര ഡാമുണ്ടെന്ന് അറിയോ? 5 ഡാമുണ്ട്. പത്തനംതിട്ട ജില്ലയിൽ മാത്രം 5 ഡാമാണുള്ളത്. അപ്പൊ ഈ പത്തനംതിട്ടയിലെ 5 ഡാമും വെള്ളം തുറന്നു വിട്ടാൽ ആലപ്പുഴ ജില്ലയ്ക്ക് നല്ല രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാകും. കാര്യം പമ്പയുടെ ശാഖയിലാണ് ഞാൻ ഉൾപ്പെടെ താമസിക്കുന്നത്. ലീഡിങ് ചാനലിന്റെ സൈഡിലാണ് ഞാൻ താമസിക്കുന്നത്. അപ്പോൾ ആ വെള്ളമാണ് നേരെ തോട്ടപ്പള്ളി സ്പിൽവേയിലൂടെ ഈ പമ്പയിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളമാണ് നമ്മൾ തോട്ടപ്പള്ളി സ്പിൽവേ വഴി കടലിലേക്ക് ഒഴുക്കി വിടുന്നത്. ഓർത്തു വെച്ചോണം. അടുത്തത് തെന്മല ഡാം. അത് ദൂരെയൊന്നുമല്ല, കൊല്ലത്താണ്. തെന്മല ഡാം സ്ഥിതി ചെയ്യുന്ന കൊല്ലത്താണ്. 1986 അത് കമ്മീഷൻ ചെയ്തിരിക്കുന്നത്. പിന്നീടുള്ളത് അരുവിക്കര ഡാമാണ്. അത് തിരുവനന്തപുരത്താണ്. അപ്പം വേറൊരു കാര്യമുണ്ട്, കൊല്ലം ജില്ലയിൽ ഒറ്റ ഡാം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് കൊല്ലത്തുകാർക്ക് അധികം പേടിക്കേണ്ടതായിട്ട് വരത്തില്ല. കൊല്ലം ജില്ലയിൽ ഒറ്റ ഡാമേ ഉള്ളൂ. അതിൻ്റെ പേര് തെന്മല ഡാം എന്നാണ്. പിന്നീടുള്ളത് അരുവിക്കര ഡാമാണ്. അത് സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്താണ്. അത് 1972 തെന്മല ഡാമിന്റെ ജനനത്തീയതി. ഓർത്തു വെച്ചോണം. പിന്നീടുള്ളത് നെയ്യാർ ഡാമാണ്. ഈ നെയ്യാർ ഡാം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? തിരുവനന്തപുരം ജില്ലയിലാണ്. അപ്പം ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞല്ലോ ഇത്. അപ്പം നെയ്യാർ ഡാം പറയാം, അതിനെക്കുറിച്ച് ഞാൻ പറയാം. അപ്പം നെയ്യാർ ഡാമും സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്താണ്. 1958 ഏതിൻ്റെ തീയതി? നെയ്യാർ ഡാമിന്റെ കമ്മീഷൻ ചെയ്തതിന്റെ ഡേറ്റ് കൊടുത്തിരിക്കുന്നത് 1958. അടുത്തത് പേപ്പാറ ഡാമാണ്. അതും സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്താണ്. അതിന്റെ ഡേറ്റ് കൊടുത്തിരിക്കുന്നത് 1983. അപ്പം നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ ഏകദേശം എത്ര ഡാമുകളുണ്ടെന്ന് കണക്ക് കൃത്യമായല്ലോ ഇപ്പം എല്ലാവർക്കും. സാധാരണക്കാർ, ഞാൻ ആദ്യമേ ഈ വീഡിയോ ചെയ്തപ്പോൾ തന്നെ ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്, എല്ലാം അറിയാമെന്ന് പറഞ്ഞ് നടക്കുന്നവർക്ക് വേണ്ടിയല്ല ഞാൻ ഇങ്ങനൊരു ചെയ്തത്. ഇത് സാധാരണപ്പെട്ടവർക്ക് അറിയാൻ വേണ്ടിയാണ്. കാര്യം ഡാമുണ്ട്, അവിടെ വെള്ളമുണ്ട്, ഇവിടെ വെള്ളമുണ്ട്, മുല്ലപ്പെരിയാർ പൊട്ടുമെന്ന് മാത്രം നമ്മൾ പറയേണ്ട കാര്യമില്ല. ഇനി ഇതിനകത്ത് വേറൊരു സംഭവമുണ്ട്. ഈ ഇത്രയും പറഞ്ഞതിനകത്ത് ഇനി 50 വർഷം കഴിഞ്ഞ ഡാമുകളുണ്ട്. അത് എത്ര എണ്ണം ഉണ്ടെന്ന് അറിയണ്ടേ? അതും പറഞ്ഞുതരാം. പോകരുത്, ആരും പോകരുത്, അവിടെയെല്ലാം പറഞ്ഞുതരാം വിശദമായിട്ട്.
ഞാൻ പറഞ്ഞുതരാം അവിടെ നിന്ന്. അപ്പം 50 വർഷം കഴിഞ്ഞ ഡാമുകൾ ഏതൊക്കെയാണെന്ന് എത്ര പേർക്ക് അറിയാം? കേരളത്തിലെ ഒരുമാതിരിപ്പെട്ടവർക്ക് ആർക്കും അറിയാനുള്ള സാധ്യതയില്ല. കുറച്ചു പേർക്കൊക്കെ അറിയാൻ പറ്റും. കാര്യം പല പല ഇതിൽ വെച്ച് കുറച്ചു പേർക്കൊക്കെ അറിയാൻ പറ്റും. എന്നെപ്പോലുള്ള സാധാരണപ്പെട്ട ആൾക്കാർ ഗ്രാമപ്രദേശങ്ങളിൽ ഈ പറഞ്ഞ വെള്ളം വന്നാൽ ഓടി പോകാൻ പോലും, മഴവെള്ളം കുതിച്ചു പാഞ്ഞു വന്നാൽ എങ്ങോട്ടും രക്ഷപ്പെടാൻ പോലും പറ്റാത്ത ആൾക്കാരായിട്ടുള്ള എന്നെപ്പോലുള്ള സാധാരണപ്പെട്ടവർ ഉണ്ട്. അവരറിഞ്ഞിരിക്കണം, ഈ കേരളത്തിൽ ഈ കൊച്ചു ജില്ലയിൽ 14 ജില്ലയുള്ള ഈ ഒരു ഇട്ടാവട്ടം പോലെ ഇതിനെ വാല് പോലൊരു സ്ഥലത്ത് എത്ര ഡാമുകളാണ് പടുത്തുയർത്തി വെച്ചിരിക്കുന്നതെന്ന് സാധാരണപ്പെട്ട ആൾക്കാർ അറിയാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്തതെന്ന് ആദ്യം തന്നെ പറഞ്ഞെന്നാ അറിയും. നിങ്ങൾ ചിലപ്പോൾ ഇച്ചിരി കെട്ടിടം കിട്ടിട്ട് പോയാലും കുഴപ്പമില്ല, പക്ഷെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇത്രയും യൂട്യൂബിലൊക്കെ പലരും വീഡിയോ ചെയ്ത് കണ്ടിട്ടുണ്ട്. അപ്പൊ അതിനകത്തൊക്കെ പലരും പറയുന്നുണ്ട്, എല്ലാം കുറെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞേക്കാട്ടിയൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഇങ്ങനെ സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന രീതിയിൽ ആരും പറഞ്ഞതായിട്ട് എനിക്കറിയത്തില്ല. ഇനി 50 വർഷം കഴിഞ്ഞ ഡാമുകളുണ്ട്. അറിയാമോ ഏതൊക്കെയാണ്? പറഞ്ഞുതരാം, കേട്ടോ. കക്കയം ഡാം, അത് നിർമ്മിച്ച വർഷം ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു. 1972 ആ ഡാം നിർമ്മിച്ചു. ഓർത്തോണം. അതിന്റെ വയസ്സ് എത്രയാണെന്നറിയോ? 52 വയസ്സാണ്. തിരുവമ്പണി കാര്യമൊന്നുമല്ല. 52 വർഷം കഴിഞ്ഞ ഡാമാണ് ഏതാ? കക്കയം ഡാം. അപ്പം അത് ഞാൻ പറഞ്ഞല്ലോ, ജില്ലയെ ഞാൻ നേരത്തെ പറഞ്ഞു, കോഴിക്കോട് ജില്ലയിലാണ് കക്കയം ഡാം ഉള്ളത്, ഞാൻ പറഞ്ഞായിരുന്നു. പിന്നെ പറമ്പിക്കുളം ഡാം എന്നും പറഞ്ഞ ഡാമുണ്ട്, കേട്ടിട്ടുണ്ടല്ലോ. അപ്പൊ പറമ്പിക്കുളം ഡാമും 1967 അതിന്റെ ഡേറ്റ് കൊടുത്തിരിക്കുന്നതാണ്. 57 വർഷമാണ് ആ ഡാമിന് പഴക്കമുള്ളത്, മനസ്സിലായോ? അപ്പൊ അത് സ്ഥിതി ചെയ്യുന്ന പാലക്കാട് ജില്ലയിലാണ്. തുണക്കടവ് ഡാം എന്നും പറഞ്ഞ ഡാമുണ്ട്. തുണക്കടവ്, ആ ഡാം സ്ഥിതി ചെയ്യുന്ന എവിടാണ്? അതും പാലക്കാട് ജില്ലയാണ്, ഞാൻ പറഞ്ഞായിരുന്നല്ലോ. 1965, 59 വർഷം പഴക്കം. നിങ്ങൾക്ക് കണക്ക് കൂട്ടാവുന്നേ ഉള്ളൂ. ഈ ഡേറ്റ്, ഞാൻ പറഞ്ഞ ഡേറ്റ് വെച്ചിട്ട് നിങ്ങൾ നോക്കിയാൽ അറിയാൻ പറ്റും. 1965 തൊട്ട് 2024 വരെ കൂട്ടിയാൽ അതിന്റെ കറക്റ്റ് ഡേറ്റ് ആണെന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത്. ഷോളയാർ ഡാം 1965-ലുള്ളതാണ്. 59 വർഷം അതിനും പഴക്കമുണ്ട്. തൃശ്ശൂർ ജില്ലയിലാണ്. തൃശ്ശൂരുകാർ അറിയാൻ വേണ്ടിയാണ് പറഞ്ഞേട്ടാ. അടുത്ത കല്ലാർക്കുട്ടി ഡാമാണ്. 1962 നിർമ്മിച്ചതാണ്. അത് അതിന്റെ കാലപ്പഴക്കം എത്രയാണെന്ന് അറിയാമല്ലോ? 62 വർഷമാണ്. ദൂരെയൊന്നുമല്ല, നമ്മുടെ തൊട്ട് മുല്ലപ്പെരിയാറിന്റെ അടുത്തൊക്കെ തന്നെയാണ്. 62 വർഷം. ഇടുക്കിയിലാണ് ആ ഡാം സ്ഥിതി ചെയ്യുന്നത്. അടുത്താണ് മീങ്കര ഡാം, ഞാൻ പറഞ്ഞായിരുന്നു. അത് നിർമ്മിച്ച വർഷം 1960. അതിന്റെ കാലപ്പഴക്കം എത്രയാണെന്നറിയാമല്ലോ? 64 വർഷം പഴക്കമുണ്ട് ആ ഡാമിന്. അതും സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിലാണ്. പാലക്കാട്ടുകാരോടാണ് ഞാൻ ഈ പറയുന്നത്. അടുത്ത നെയ്യാർ ഡാം, നേരത്തെ പറഞ്ഞാണ്. നെയ്യാർ ഡാം 1958 അത് പണിതെങ്കിൽ അതിന്റെ കാലപ്പഴക്കം എത്രയാണ്? 66 വർഷം പഴക്കമുണ്ട്. ദൂരെയൊന്നുമല്ല, തിരുവനന്തപുരത്താണ്. പിന്നുള്ളത് മലമ്പുഴ ഡാമാണ്. അത് 1955 അത് നിർമ്മിച്ചെങ്കിൽ അതിന്റെ ജില്ല പാലക്കാടാണ്. 69 വർഷം പഴക്കമുണ്ട്. ഓർമ്മ വെച്ചോണം. അപ്പം അടുത്ത പെരിങ്കൽകുത്ത് ഡാം, അത് 1957 നിർമ്മിച്ച ഡാമാണ്. ആ ഡാമിന് ഏകദേശം 67 വർഷമാണ് പഴക്കമുള്ളത്. കൂട്ടി നോക്കാം. 1957 തൊട്ട് 2024 വരെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവുന്നത്. അപ്പൊ അങ്ങനെയാണ്. അത് സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂർ ജില്ലയിലാണ്. തൃശ്ശൂർ ജില്ലയിലാണ് അത് സ്ഥിതി ചെയ്യുന്നത്. പിന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മളെല്ലാം ഊണിലും ഉറക്കത്തിലും ഒരു ദുസ്വപ്നം പോലെ നമ്മളെ ഇങ്ങനെ ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന മുല്ലപ്പെരിയാർ ഡാം. മുല്ലപ്പെരിയാർ ഡാം നിർമ്മിച്ച വർഷം എല്ലാവർക്കും അറിയാം. ഇപ്പം സാധാരണപ്പെട്ട മൊബൈൽ നോക്കുന്ന ഒരു കൊച്ചു കുഞ്ഞിനോട് ചോദിച്ചാൽ പോലും കൃത്യമായിട്ട് ഊണിലും ഉറക്കത്തിലും വിളിച്ചിട്ട്, മോനെ മുല്ലപ്പെരിയാർ ഡാം എന്നാണ് നിർമ്മിച്ചത്, അതിന് എത്ര വർഷം പഴക്കമുണ്ടെന്ന് ചോദിച്ചാൽ ഏത് കൊച്ചു കുഞ്ഞു ഇപ്പൊ വിളിച്ചു പറയും അത് 1895 അല്ലേന്ന്. സത്യമല്ലേ? അവരതിന്റെ അതിന്റെ കൃത്യമായിട്ടുള്ള പഴക്കം പറയും. 130 വർഷം പഴക്കമുണ്ടായിരുന്നു. അപ്പം അത് സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി ജില്ലയിലാണ്. ഞാൻ ഇങ്ങനൊരു വീഡിയോ ചെയ്യാൻ കാര്യം, മൊബൈൽ തുറന്നാൽ മുല്ലപ്പെരിയാർ ഡാമിനെ കുറിച്ച് മാത്രം നമ്മൾ ചർച്ച ചെയ്താൽ പോരാ. ഈ ഡാമുകളെല്ലാം 50 വർഷം കഴിഞ്ഞ ഡാമുകൾ വേറെയുണ്ട്. ഒരു ഡാം ഇല്ലാത്ത ഇപ്പൊ ആലപ്പുഴക്കാർക്ക് പേടിക്കണ്ട കാര്യം. ആലപ്പുഴ ജില്ലയിൽ ഡാമുകളില്ല. പക്ഷെ ഡാമുകളൊന്നും ആലപ്പുഴ ജില്ലയിൽ വേണമെന്നില്ല. ഇതൊരു ജലസംഭരണിയാകാൻ ഈ പറയപ്പെട്ട ഡാമുകളൊക്കെ ഒന്ന് ചുമ്മാ തുറന്നു വിട്ടാലും ആലപ്പുഴ ജില്ല ഒരു ജലസംഭരണിയായി മാറും. അപ്പം അതുകൊണ്ട്
ഓരോ ദിവസവും നിങ്ങളെല്ലാം വീഡിയോയിൽ കാണാറുണ്ട്, നമ്മളാരും ഭയപ്പെടരുത്, മറ്റുള്ളവരാരും വീഡിയോ ചെയ്ത് മറ്റുള്ളവരെ പേടിപ്പിക്കരുത്. ഇതിൽ കൂടുതൽ എന്ത് പേടിക്കാനാണ്? ഒരുപാട് അറിവുള്ള ആൾക്കാരൊക്കെ പേടിപ്പിക്കുന്ന കാര്യങ്ങൾ മാത്രമാണ് മാധ്യമങ്ങളിലൂടെ പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ എല്ലാം തുംഗഭദ്ര എന്ന് പറഞ്ഞ ഡാമിന്റെ ഒരു ഷട്ടർ പോയപ്പോൾ കണ്ട അവസ്ഥ നമ്മൾ കണ്ടല്ല. തുംഗഭദ്ര ഫിൽട്രൈസർ ആൻഡ് കെമിക്കൽസ് പ്ലാന്റിൽ ഞാൻ ജോലി എടുത്തതാണ്. അപ്പൊ നോക്കിയാൽ കാണാൻ പറ്റുന്ന ദൂരത്താണ് ഈ ഡാം ഉള്ളത്. അതിന്റെ തൊട്ടടുത്ത് വരെ ഞാൻ പോയിട്ടില്ല. കർണാടക 1997 ഞാൻ അവിടെ പോയിട്ടുള്ളതാണ്. എനിക്ക് നേരിട്ട് അറിയാവുന്ന ഡാം, ഞാൻ കണ്ടിട്ടുള്ള. നമ്മുടെ നാട്ടിലെ യൂറിയ ഫാക്ടംബോസ് ഒക്കെ ഉണ്ടാക്കുന്ന ഒരു കമ്പനിയിൽ ഞാൻ ജോലി എടുത്തിട്ടുള്ളതുകൊണ്ട് ആ ഡാം ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ളതാണ്. അപ്പൊ എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു ഷട്ടർ പോയപ്പം ഇത്രയും വലിയ ഇതായെങ്കിൽ 71 വർഷമേ അതിന് പഴക്കമുള്ളൂ. ഇപ്പൊ 131 വർഷമായ മുല്ലപ്പെരിയാർ ഡാം പൊട്ടുമെന്ന് ചോദിച്ചാൽ പൊട്ടും, പൊട്ടത്തില്ലെന്ന് ചോദിച്ചാൽ പൊട്ടത്തില്ല. അത് പൊട്ടാതെ നിൽക്കുന്നത് എന്താന്ന് ചോദിച്ചാൽ ഒന്നെങ്കിൽ തമിഴ്നാടിന്റെ ഭാഗ്യം, അല്ലെങ്കിൽ കേരളക്കാരുടെ ഭാഗ്യം. അങ്ങനെ മാത്രമേ ഇപ്പൊ പറയാൻ പറ്റത്തുള്ളൂ. എന്തായാലും കേരളത്തിൽ മുല്ലപ്പെരിയാർ പൊട്ടും എന്ന് പറഞ്ഞ് കർണാടകയിലെ തുംഗഭദ്ര ഡാം എന്തായാലും പൊട്ടുന്നത്തോളം ആക്കി. അപ്പൊ അതുകൊണ്ട് നമുക്കത് ഇനി നമ്മൾ പറയുന്നതാണ്, നിങ്ങളെ ജനങ്ങളോട് ഇങ്ങനെ ഓരോ ദിവസവും മുല്ലപ്പെരിയാർ ഇപ്പൊ പൊട്ടും എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അത് പൊട്ടേണ്ട സമയത്ത് പൊട്ടട്ടെ. ഇനി അങ്ങനെ പറയാൻ പറ്റത്തുള്ളൂ. അഡ്വക്കേറ്റിനെ കണക്കുള്ള ഉന്നതരായിട്ടുള്ള ആൾക്കാർ അവരതിന്റെ കീഴിൽ തന്നെയാണ് താമസിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഞാനും കേട്ട വാർത്ത. അദ്ദേഹം പറയുന്നത് മുല്ലപ്പെരിയാർ ഒരിക്കലും പൊട്ടത്തില്ലെന്നാണ് പറയുന്നത്. എവിടെങ്കിലും രണ്ട് മഴ അടച്ചു പിടിക്കുമ്പോൾ പിടിക്കാൻ നേരത്ത് ഇതിങ്ങനെ പതിവുള്ളതാണെന്ന് അദ്ദേഹം പറയുന്നു. അപ്പൊ അവർക്കൊക്കെ അതിന്റെ തൊട്ട് മുല്ലപ്പെരിയാർ ഏറ്റവും പേടിക്കേണ്ട ആൾക്കാരാണ് അവരൊക്കെ ഒരു ഭയം കൂടാതെ ഇതിനെക്കുറിച്ച് പറയുമ്പോൾ പിന്നെ നമ്മളൊക്കെ എന്തിനാ ഭയപ്പെടുന്നത്? ഭയപ്പെടാതെ ജീവിക്കുക എന്നുള്ളേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് ഞാൻ ഈ തന്ന വിവരണം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാകാൻ വേണ്ടിയാണ്. മുല്ലപ്പെരിയാർ ഡാം മാത്രമല്ല, ഇടുക്കി ഡാം മാത്രമല്ല, ഒരു മലങ്കര ഡാം മാത്രമല്ല, ഒരു പമ്പ ഡാം മാത്രമല്ല, ഏകദേശം എത്ര ഡാമുണ്ട് അതിന്റെ എണ്ണം, ഫുള്ളായിട്ടുള്ള എണ്ണം ഞാൻ പറഞ്ഞില്ല, അതും കൂടെ പറയാം. എത്ര ഉണ്ടെന്ന് ഞാൻ നോക്കട്ടെ. അപ്പൊ എല്ലാം കൂടെ കൂട്ടിയാൽ 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 29 30 31 32 33 36 35 36 37 38 39 40 41 42 43 44 45 ഡാമുകളുണ്ട്. അപ്പൊ ഏകദേശം 45 ഡാമുകളുടെ അറിഞ്ഞുകൊണ്ടുള്ള കണക്ക് എൻ്റെ ഉണ്ട്. ഇനി ഇതറിയാത്ത കണക്കുകൾ എത്രയാണെന്ന് എനിക്കറിയത്തില്ല. അപ്പൊ ഈ കേരളം എന്ന് പറയുന്ന ഒരു കൊച്ചിട്ടാവട്ടത്തിൽ കിടക്കുന്ന, ഇന്ത്യയുടെ ഭൂപടത്തിലെ ഒരു ഏറ്റവും ഒരു കുഞ്ഞായിട്ട് കിടക്കുന്ന ആ ഒരു പണ്ടൊക്കെ പറയത്തില്ല, ഒരു വാല് പോലെ കിടക്കുന്ന ഒരു കൊച്ചു കേരളത്തിൽ 14 ജില്ലയുള്ള നമ്മളെ ഈ കൊച്ചു കേരളത്തിലെ ഡാമുകളുടെ എണ്ണമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഒരറ്റം തൊട്ട് ഒരറ്റം വരെ ഡാമിന്റെ ഒരു അയ്യര് കളിയാണ്. നമ്മളെന്ത് ചെയ്യും? നമുക്കിത് കണ്ടുകൊണ്ടിരിക്കാനേ പറ്റുന്നുള്ളൂ. ഓരോരുത്തർക്കും വെള്ളമില്ലാതെ വരുമ്പോൾ അവിടെ ഒരു ഡാം പണി, അടുത്ത ഭാഗത്ത് വെള്ളമില്ലാതെ വരുമ്പോൾ അവിടെ ഡാം പണി, കുറച്ച് ആൾക്കാർ അതിൻ്റെ അപ്പുറത്തിട്ട് മാറിയിട്ട് വേറെ തടയണ പണി. ഈ വെള്ളം എല്ലാം കൂടെ കെട്ടി വെക്കുക. അവസാനം എല്ലാം കൂടെ പൊട്ടി വലിച്ച് ആ പാമ്പിടിച്ചവന്റെ മണ്ടയ്ക്ക് കൂട്ട് വന്ന് വീഴും. നമ്മൾ ഒരു കാര്യം മാത്രം പ്രാർത്ഥിക്കുക ദൈവത്തിനോട്. കേരള ജനതയോടാണ് എനിക്ക് പറയാനുള്ളത്. നമ്മൾ രാത്രി കിടക്കുമ്പോഴും ഉറങ്ങുമ്പോഴും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോഴും മനസ്സോടുകൂടി ഒന്ന് പ്രാർത്ഥിക്കണം. എന്തുവാണെന്നറിയോ? മുല്ലപ്പെരിയാർ പൊട്ടുവാണെങ്കിൽ ഒരു കാരണവശാലും രാത്രിയിലാകരുതേ എന്ന് പ്രാർത്ഥിക്കണം. കാര്യം രാത്രിയിലായാൽ നമുക്കെല്ലാം വലിയ ബുദ്ധിമുട്ടാകും. പകലാണെങ്കിൽ അറിഞ്ഞു കേട്ടുകൊണ്ട് നമുക്ക് എങ്ങോട്ടെങ്കിലും പോകാം, വല്ല കടലിലോട്ടോ അല്ലെങ്കിൽ വെള്ളം ഒഴുകി വരാത്ത സ്ഥലത്തോട്ടോ ഒക്കെ നമുക്ക് പോകാം. പക്ഷെ രാത്രി ഉറങ്ങിക്കിടക്കുമ്പോഴാണ് 2 മണിക്കും 3 മണിക്കും വയനാട് ദുരന്തം പോലൊക്കെയാണ് സംഭവിക്കുന്നതെങ്കിൽ നമുക്ക് ആർക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. എൻ്റെ വാതിക്കെ കഴിഞ്ഞ് ലീഡിങ് ചാനൽ നമ്മുടെ ദേശീയ ജലപാത അപ്പുറത്ത് ലീഡിങ് ചാനൽ എൻ്റെ വീടിൻ്റെ ഇപ്പുറത്ത്, എൻ്റെ വീടിൻ്റെ വാതിക്കലൊക്കെ കഴിഞ്ഞ്
രാവിലെയും രാത്രിയിലും ഒക്കെ സാധാരണ ബോട്ടും വള്ളങ്ങളാണ് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ബോട്ടുകൾ, ഹൗസ് ബോട്ടുകൾ, മറ്റുള്ള വള്ളങ്ങളൊക്കെയാണ് പോകുന്നത്. ഈ രാത്രിയിലൊക്കെയാണ് ഈ മുല്ലപ്പെരിയാർ പൊട്ടുന്നതെങ്കിൽ ചിലപ്പോൾ ആ വഴി കൂമ്പാരമായിട്ട് ശവങ്ങളായിരിക്കും ഇങ്ങനെ ഒഴുകി പോകുന്നത്. അങ്ങനെ ഒരു ബുദ്ധിമുട്ടേ വരത്തുള്ളൂ, വേറെ പ്രശ്നമൊന്നും വരത്തില്ല. ബോട്ടും വള്ളം ഒഴുകി നടക്കുന്നതിന് പകരം എൻ്റെ ഇതുപോലെയുള്ള ആറും തോടുകളും നിറച്ചിങ്ങനെ മനുഷ്യരൊഴുകി നടക്കുന്നതായിട്ടുള്ള രംഗങ്ങൾ ചിലപ്പോൾ ഒരുപക്ഷെ കാണേണ്ടതായിട്ട് വരും. അങ്ങനെ ഒരു വിഷമം മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും സർവശക്തനായ ദൈവത്തിനോട് പ്രാർത്ഥിക്കുക. ഈ പറയുന്ന പൊട്ടും എന്ന് പറയുന്ന പ്രശസ്തരായിട്ടുള്ള ആൾക്കാർ പറഞ്ഞു ഇങ്ങനെ ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഡാം പൊട്ടുവാണെങ്കിൽ ഒരു കാരണവശാലും അത് രാത്രിയിലാവരുത്, എല്ലാവരും കിടന്ന് ഉറങ്ങുമ്പോഴാകരുത്. അത് പൊട്ടുന്നെങ്കിൽ പകലേ പൊട്ടാവുള്ളേ എന്ന് പ്രാർത്ഥിക്കുക. പകലെന്ന് പറഞ്ഞാൽ ഒരു 8 മണിക്ക് ഉള്ളിൽ. അന്നാലും നമുക്ക് പേടിക്കണ്ടല്ലോ, നമുക്ക് എങ്ങനെ നമ്മൾ ഓടി രക്ഷപ്പെടാം. നമ്മൾ ഉറക്കത്തിലായി പോരുന്നത് ഒരു 10 മണിയൊക്കെ ആകുമ്പോൾ എല്ലാവരും കിടന്ന് ഉറങ്ങും. അപ്പം അതുകൊണ്ട് ദൈവത്തിനോട് പ്രാർത്ഥിക്കുക. അത് ഈ പറഞ്ഞത് പകലാക്കാൻ വേണ്ടി ഉള്ള പരിപാടി എങ്ങനെയെങ്കിലും ആക്കി തരണമെന്ന് പറയണം. അപ്പൊ എനിക്ക് ഇത്രയും കാര്യമേ പറയാനുള്ളൂ. എന്തായാലും ആഹാരം എടുത്ത് വെച്ച് കഴിക്കാൻ നേരത്തും TV തുറന്നാലും മൊബൈൽ തുറന്നാലും എല്ലായിടും ഒറ്റ പേരേ ഉള്ളൂ, ഇപ്പോഴത്തെ സൂപ്പർ സ്റ്റാറായിട്ടിരിക്കുന്ന മുല്ലപ്പെരിയാർ. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ചോറുണ്ടിട്ട് ഞാൻ കിടക്കാമെന്നും പറഞ്ഞാൽ കിടന്നു കഴിഞ്ഞപ്പോൾ വിചാരിച്ചു ഇപ്പോഴും ഇന്നെങ്ങാനും മുല്ലപ്പെരിയാർ പൊട്ടിയാലോ. അപ്പൊ അതുകൊണ്ടാണ് ഞാനിപ്പം എഴുന്നേച്ച് വന്നിരുന്നുകൊണ്ട് ഇങ്ങനെ വീഡിയോ ചെയ്ത്. കാര്യം മനുഷ്യൻ ഇങ്ങനെ എത്ര നാൾ ഭയന്ന് ജീവിക്കും? ആരോ പറഞ്ഞ് നിർഭയനായിട്ട് ജീവിക്കണ്ടേ നമ്മുടെ. അതിനൊരു മാർഗം ഉണ്ടാക്കണം. അത് പുതിയൊരു ഡാമെങ്കിൽ പുതിയൊരു ഡാം, അതല്ലെങ്കിൽ മനുഷ്യരിലെ ആശങ്ക മാറ്റാൻ വേണ്ടിയുള്ള ഒരു എന്തെങ്കിലും ഉണ്ട്. അതിന് ഭയപ്പെടേണ്ടതായിട്ടില്ല എന്നുള്ള എന്തെങ്കിലും ഒരു കാര്യങ്ങൾ. അപ്പൊ ഇത്രയെങ്കിലും സാധാരണക്കാരായ നമ്മൾ പ്രതീക്ഷിക്കുന്നു. അപ്പം എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല, കുറച്ച് ദിവസമായിട്ട് വീഡിയോ ഒന്നും ചെയ്യാതിരിക്കുക. കാര്യം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് റീൽസൊക്കെ ചെയ്യണമെന്നും പറഞ്ഞിരിക്കുമായിരുന്നു. മുല്ലപ്പെരിയാർ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള പ്രശ്നങ്ങൾ, വയനാട് ദുരന്തമായിട്ടുള്ള പ്രശ്നങ്ങൾ, ഇതൊക്കെ കാണുമ്പോൾ എന്നെ ഒരു കലാകാരന് ഇതൊക്കെ കാണുമ്പം ആടാനും പാടാനും പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ ദിവസം, അതുകൊണ്ട് എൻ്റെ വീഡിയോകൾ നിങ്ങൾ മിസ്സായതുകൊണ്ട് എൻ്റെ കാഴ്ചക്കാരും കുറഞ്ഞു പോകരുത്. എനിക്ക് ഞാൻ ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ മനസ്സിന് ചെറിയ സന്തോഷങ്ങൾ, ചെറിയതായിട്ടൊരു ഇത് വരാൻ വേണ്ടിയാണ് കൊച്ചു ചെറിയ ഷോർട്സുകൾ ചെയ്യുന്നത്. അപ്പൊ അത് എൻ്റെ അടുത്ത് പറയുമ്പോൾ വിനീഷ് നീ അങ്ങനെ ചെയ്യണ്ട, നീ സാധാരണ ചെയ്യുന്ന പോലെ വല്ല കവിതകളോ പാട്ടുകളോ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ അതങ്ങ് നിർത്തി. അപ്പം ഈ ഒരു വിഷയത്തിന്റെ എൻ്റെ ഒരു കാഴ്ചപ്പാട് എൻ്റെ സാധാരണക്കാരായ ജനങ്ങൾ അറിഞ്ഞിരിക്കണം. എൻ്റെ കയ്യിലിരിക്കുന്നത് ഇത് ഇത്രയും വലിയ ഒരു കൂമ്പാരമാണ്. ഈ പറയുന്ന ഇതെല്ലാം ജലബോംബുകൾ തന്നെയാണ്. ഇപ്പം ഈ എഴുതി കൂട്ടി വെച്ചിരിക്കുന്ന ഇത്രയും ജലബോംബുകൾ തന്നെ. എത്ര ഡാമിന്റെ കണക്ക് ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ ഇത്രയും സാധനങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. അപ്പം ഓക്കെ, കറക്റ്റാ, 45 ഡാമും ഉണ്ട്, ഒരെണ്ണം പോലും കുറവില്ല. അപ്പം രാത്രി അപ്പൊ മനസ്സിലായല്ലോ. അപ്പൊ ഇത്രേ എനിക്ക് പറയാനുള്ളൂ. അപ്പം എല്ലാവരും എന്നും ദൈവത്തിനെ വിളിക്കുക. ഒരു ആപത്ത് വരുമ്പം മാത്രം എൻ്റെ ദൈവമേ എന്നെ മാത്രം രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിക്കുക. എല്ലാവരും രക്ഷിക്കാൻ വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കുക. അതേ പറയാനുള്ളൂ. കാര്യം 10-40 ലക്ഷം ജനങ്ങളുടെ ഒരു പ്രശ്നമാണ്. ഇതിനെന്തെങ്കിലുമൊക്കെ പരിഹാരം ഉണ്ടാകട്ടെ, അല്ലേ? എന്നല്ലേ നമുക്കൊക്കെ ആഗ്രഹിക്കാൻ പറ്റുന്നു. നമ്മളൊക്കെ എല്ലാവരും ഇങ്ങനെ ഇപ്പോൾ ഒരു ഓണം വരുന്നു, അതിനൊന്നും ആഘോഷങ്ങൾ കാണുമെന്ന് തോന്നുന്നില്ല ഇനി. ഇത്രയും ബുദ്ധിമുട്ടുകളായിട്ട് ഇത്രയും ഇങ്ങനെയുള്ള വിഷയങ്ങളായിട്ടിരിക്കുമ്പം എന്താ ആഘോഷിക്കാനാ? ആരോ പറഞ്ഞ പോലെ നിങ്ങളില്ലാതെ എന്താ ആഘോഷം എന്ന് പറയുന്ന കണക്ക് എന്താ ആഘോഷം? ആരെങ്ങനെ മനസ്സമാനത്തെ ഇച്ചിരി ചിക്കനും മട്ടനും ബിരിയാണിയൊക്കെ വെച്ച് കഴിക്കാൻ നോക്കുമ്പോഴായിരിക്കും ചിലപ്പം മറ്റേ സംഭവം പ്രശ്നമാകുന്നത്. അപ്പോൾ കഴിക്കാൻ പറ്റുമോ? അപ്പോൾ ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെയാണ്. അതുകൊണ്ട് എനിക്ക് ഇത്രേ പറയാനുള്ളൂ. എല്ലാവരും ദൈവത്തിനോട് പ്രാർത്ഥിക്കുക. മറ്റേ കാര്യം രാത്രിയിലാക്കരുത്, പകലാക്കണമെന്ന്. അപ്പം ശരിയല്ല.